സിക്കെ വിനീതും ഒപ്പം മുഹമ്മദ് റാഫി രണ്ടുപേരും നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ വിനീതിലേക്ക് പോകുന്നു. വിനീത്, ഇംഗ്ലണ്ട് നോർവേ മത്സരം സംസാരിച്ച ശേഷം നമുക്ക് അർജന്റീനയുടെ മത്സരത്തിലേക്ക് പോകാം. ഇംഗ്ലണ്ട് നോർവേ പോരാട്ടത്തിൽ വലിയ ഹൈപ്പുണ്ട്. പ്രത്യേകിച്ചും ഹാലൻഡ് ഉണ്ട്, മറുവശത്ത് ഹാരി കെയ്ൻ. ഗോളടിക്കാൻ അതീവ വ്യഗ്രതയുള്ള രണ്ടു പേർ. അപ്പോൾ ഇതിൽ ആരെയാണ് കൂടുതൽ നെഞ്ചേറ്റേണ്ടത് എന്ന് കരുതുന്നു? ആരാണ് കൂടുതൽ മികവ് കാട്ടാൻ സാധ്യത? എന്നെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ട് ആണ് ഒരു ടീമായിട്ട് കൂടുതൽ കളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. നോർവേയെ സംബന്ധിച്ചിടത്തോളം ഹാലൻഡ് ഗോൾ അടിക്കുന്നു, പുറകിൽ ഒഡേഗാർഡ് ഉണ്ടാവുന്നു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ അത്രത്തോളം ഒരു കംപ്ലീറ്റ് ഒരു ടീമായി മാറിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഇംഗ്ലണ്ട് മൊത്തം ടീമുകൾ എന്താ പറയുക, നമ്മളെ ഡിഫൻസ് ആയിക്കോട്ടെ, മിഡ്ഫീൽഡ് ആയിക്കോട്ടെ, സ്ട്രൈക്കേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും ഒരേ ലെവലിൽ കളിക്കുന്ന ആൾക്കാർ, ഒരേ പ്ലേയേഴ്സ് ആണ്. അപ്പോൾ ഇംഗ്ലണ്ടിനായിരിക്കും കൂടുതൽ മുൻതൂക്കം എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കളി പോലും നോർവേയെ സംബന്ധിച്ചത് നോർവേ എല്ലാ ജയത്തിന്റെ എല്ലാം അർഹിക്കുന്നുണ്ടെങ്കിലും ബ്രസീൽ കളിക്കാത്തത് കൊണ്ട് നോർവേ ജയിച്ചു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതും കൂടി കണക്കാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടിനായിരിക്കും കൂടുതൽ മുൻതൂക്കം എന്നുള്ളത്. റൈറ്റ്. റാഫിയുടെ അഭിപ്രായം ഇത് തന്നെയാണ്. റാഫി, എന്ത് തോന്നുന്നു? ഇംഗ്ലണ്ടിന് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നുണ്ടോ? ഇംഗ്ലണ്ടിന് കൂടുതൽ സാധ്യത കളിക്കുന്ന വെച്ചാൽ ലാസ്റ്റ് മാച്ച് ബ്രസീലിനെതിരെ നോർവേ നന്നായി കളിച്ചു. എനിക്ക് തോന്നുന്നത് നല്ല മിഡ്ഫീൽഡ്, അവര് നല്ല കമ്പൈൻ, നല്ല രീതിയിൽ പാസസും, നല്ല രീതിയിൽ ഒരു ടെൻഷൻ ഇല്ലാതെ നല്ല രീതിയിൽ കളിക്കുന്നത് കാണാൻ പറ്റി ലാസ്റ്റ് മാച്ച് ബ്രസീലിനായിട്ട്. അപ്പൊ ആ ഒരു രീതിയിൽ കളിക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് ഇംഗ്ലണ്ടിന് കുറച്ച് മെനക്കേട് ഉണ്ടാവും. വെച്ചാൽ നല്ല രീതിയിലുള്ള പാസസും അതുപോലെ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന നല്ല രീതിയിൽ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇന്ന് ഇംഗ്ലണ്ടിന് കുറച്ചും കൂടി എനിക്ക് ടഫായി തോന്നുന്നുണ്ട് ഇന്നത്തെ മാച്ചിൽ. വിനീത്, ഈ ഇംഗ്ലണ്ട് ടഫാകുന്നു എന്ന് കരുതുമ്പോൾ തന്നെ അവരുടെ ഡിഫൻസിൽ കുറെ പ്രശ്നങ്ങളില്ലേ? ഡിഫൻസ് മുന്നേറ്റത്തിൽ അതിഗംഭീരമാണ്. ബെല്ലിംഗ്ഹാം, കെയ്നും ഒക്കെ ഗോൾ അടിക്കുന്നു. പക്ഷേ ഡിഫൻഡർമാർക്ക് ആ ഒരു ലെവലിലേക്ക്, എക്സ്പെക്റ്റഡ് ലെവലിലേക്ക് എത്താൻ കഴിഞ്ഞോ ഇതുവരെ? ഇംഗ്ലണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും എക്സ്പെക്ടേഷൻസ് കൂടുതലാകുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പ്രീമിയർ ലീഗ് കണ്ടിട്ട് അവർ A to Z പ്ലേയേഴ്സിന്റെ ഡീറ്റെയിൽ നമുക്ക് അറിയുന്നത് കൊണ്ടാണ് അവരെ എക്സ്പെക്ടേഷൻസ് നമുക്ക് എപ്പോഴും കൂടുതലാവുന്നത്. അതിനടുത്ത് നമ്മളെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ചിട്ടുള്ള ഒരു പെർഫോമൻസ് അവർ കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. കാരണം നമ്മൾ അവരെയൊക്കെ കാണുന്നത് എന്താ പറയാ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്ലേയേഴ്സിന്റെ ഒരു രീതിയിലാണ് നമ്മൾ കാണുന്നത്. അതിനനുസരിച്ചുള്ള പെർഫോമൻസ് അവർ ഒരിക്കലും കാഴ്ചവെക്കാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷെ നിലവിൽ ഈ പറയുന്ന ഏറ്റവും നല്ലോണം കളിച്ച ടീമുകളിൽ ഒന്നാണ് ഇംഗ്ലണ്ട് എന്നുള്ളതാണ്. അവരുടെ ഡിഫൻസ് ആയിക്കോട്ടെ, മിഡ്ഫീൽഡ് ആയിക്കോട്ടെ, സ്ട്രൈക്കേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും ഒരേപോലെ മികച്ചു നിന്നിട്ടുണ്ടാണ്. അതിനാണ് അവർക്ക് ഇത്രത്തോളം റിസൾട്ട് കിട്ടിയതും ഇപ്പോൾ അവർ ഈ പറയുന്ന ക്വാർട്ടറിലേക്ക് വന്നതും. എനിക്കങ്ങനെ അവരുടെ ഡിഫൻസിനെ കുറിച്ച് അങ്ങനെ ഒരു അവർ പോരാ എന്നുള്ള അഭിപ്രായം ഇല്ല. കാരണം ഓരോ മാച്ച് വരുമ്പോഴും അവർ അതിനനുസരിച്ചിട്ട് മെച്ചപ്പെട്ടു വരുന്നു എന്നുള്ളതാണ്. ഇപ്പം ഹാലൻഡിനെ തടയാൻ അവർക്ക് എല്ലാവർക്കും ഹാലൻഡിനോട് കളിച്ചിട്ടുള്ള ഒരു ശീലം ഉണ്ടാവും, ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. സോ അവർക്കത് എളുപ്പമായിരിക്കുന്നല്ല, പക്ഷെ അവർക്ക് എങ്ങനെ ഹാലൻഡിനെ പൂട്ടണം എന്നുള്ളത് അറിയായിരിക്കും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. റാഫി, റൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.